വെളിപാട് പുസ്തകം 6-ാം അധ്യായം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 6:17 പറയാണ്, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. അവിടുത്തെ ക്രോധത്തിൻ്റെ നാളുകൾ വന്നു കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പാപമ്ലേച്ഛതകളും ലൈംഗിക അരാജകത്വങ്ങളും ജഡഭാവങ്ങളും അത്രമാത്രം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ വചനം നമുക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. ന്യായവിധിയുടെയും അതുപോലെ തന്നെ പലവിധ വിനാശങ്ങളുടെയും തകർച്ചകളുടെയും അടയാളങ്ങൾ ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ വെളിപ്പെടും നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും അവിചാരിതങ്ങളല്ല. കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, അത് വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, രാജ്യമാകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ പൈശാചിക നിയമങ്ങൾ ലോകരാജ്യങ്ങളിൽ ഇന്ന് പാസ്സായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സത്യവചനത്തിൽ നിന്ന് ഇന്നൊരുപാട് നമ്മൾ അകറ്റിക്കളയുന്ന അരാജകത്വങ്ങളും പാപമ്ലേച്ഛതകളും അത്രമാത്രം വർദ്ധിച്ചു വരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവനീതിയുടെ സമയം ആഗതമാകുന്നു. വെളിപാട് 6:17 നമ്മൾ കണ്ടു. അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനങ്ങൾ അടുത്തു വരികയാണ്. ക്രോധത്തിൻ്റെ ദിനങ്ങൾ. ഈ ക്രോധം എന്ന് പറയുന്നത് അത് നമ്മളെ നശിപ്പിക്കുന്നതല്ല. അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ്, ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ്. ഇന്ന് കാലത്തിൻ്റെ പല അടയാളങ്ങളായി നമ്മുടെ മുൻപിൽ ഇന്ന് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് വളരെ ക്ലേശപൂർണമായ പ്രതിസന്ധികൾ നിറഞ്ഞ കൊടിയ കഷ്ടതകളും സഹനങ്ങളും അത്രമാത്രം വർദ്ധിച്ചു വരുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയാൽ മുദ്രിതരാകണമെന്ന് മറ്റെന്തിനേക്കാൾ ഉപരി സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ വരുമെന്ന് ആവർത്തിച്ച് പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് ഈ ദിനങ്ങളിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു. പക്ഷേ ഈ ക്ലേശപൂർണമായ സമയങ്ങളെ, ഈ പ്രതിസന്ധികളെ, കഠിനമായ തകർച്ചകളെയും നമ്മുടെ മുൻപിലുണ്ടാകുന്ന പരാജയങ്ങളെയും നമ്മളത് കണ്ട് അസ്വസ്ഥരാകേണ്ട. അതിന് നടുവിൽ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, ദൈവാലോചനയിൽ വളരുവാൻ പരിശുദ്ധ ജ്ഞാനം എന്നെയും നിങ്ങളെയും സഹായിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ 2 ദിനങ്ങളിൽ ആവർത്തിച്ച് കണ്ടതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 വചനം പറയുന്നു. എന്താണ് വചനം പറയുന്നത്? ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയുള്ളവരെ അവർ ലോകത്തിന് അനുഗ്രഹമാണ്. ജ്ഞാനികളുടെ എണ്ണം എന്തുമാത്രം ലോകത്തിൽ വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് ലോകം സുരക്ഷിതമായിരിക്കും. ലോകത്തിന് രക്ഷയാണ്, ബ്ലെസ്സിങ് ആണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ലോകത്തിന് മാത്രമല്ല, സഭയ്ക്കും. പരിശുദ്ധ ജ്ഞാനത്താൽ നിറയപ്പെട്ട വന്യവൈദികർ സഭയിൽ എഴുന്നേൽക്കുമ്പോൾ അത് സഭയ്ക്ക് അനുഗ്രഹമാണ്. പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുള്ള സമർപ്പിത സന്യസ്താത്മാക്കൾ സഭയിൽ ഉണരുമ്പോൾ കർത്താവിൻ്റെ സഭ സംരക്ഷിതയാവുകയാണ്. പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, സത്യവിശ്വാസത്തിനും സത്യവചനത്തിനും ചേരാത്ത ഐഡിയോളജികളിൽ നിന്ന് സഭ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ അഭിഷേകത്താൽ ആത്മായ പ്രേക്ഷിതരെ സഭയുടെ കുടുംബങ്ങൾ നിറയപ്പെടുമ്പോൾ അത് സഭയ്ക്ക് കരുത്താണ്, സഭയ്ക്ക് വലിയ ശക്തിയാണെന്ന് ആത്മാവ് അറിയിക്കുകയാണ്. ലോകത്തിനും സഭയ്ക്കും രക്ഷയാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കുക. ഈ ജ്ഞാന ചൈതന്യത്തിൽ നിരന്തരം വളരുന്നവരാകാൻ നമ്മൾ കണ്ണുനീരോടെ കരങ്ങൾ വിരിക്കണം. ഈ വചനങ്ങൾ നമ്മൾ കേട്ടു മാത്രം പോകരുത്. ഒരുപാട് വചനം കേട്ടവരാ നമ്മൾ. എന്നാൽ സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ അനുസരിക്കണം. യഥാർത്ഥമായി ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കുക, ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയാൽ
ഞാനും നിങ്ങളും മുദ്രിതരാകുവാൻ നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതിനാവശ്യമായി വില നമ്മൾ കൊടുക്കും, മുട്ടുകുത്താൻ തയ്യാറാകും. കർത്താവിന് മുമ്പിൽ നിലവിളിക്കുവാനും കരങ്ങൾ ഉയർത്തുവാനും പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാനും നമ്മൾ 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 അതിനെ സജ്ജരാകും സഹോദരങ്ങളെ. ഇത് വെറും ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു പോകുന്നത് നിങ്ങൾ കാണരുത്. ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചന. ഈ വചനം നീ അനുസരിച്ചാൽ ഈ ജ്ഞാനത്തിന്റെ മുദ്ര കൊണ്ട് നീ മുദ്രിതനാകും. ആത്മാവ് നിന്നെ മുദ്ര ചെയ്യും. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുദ്രിത ആത്മാക്കളുടെ ഗണത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടണം. നമുക്ക് ആത്മനാശം സംഭവിക്കരുത്. സ്പിരിച്വൽ ലൈഫ് ഒരു ഈസി ഗോയിങ് അല്ല. നമ്മുടെ ജഡീകതയോടും ഈ ലോകത്തിന് ലൗകിക മോഹങ്ങളോടും ഈ ലോകത്തിന് സകലവിധ ആസക്തികളോടും പരിശുദ്ധാത്മാവിൽ നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മൾ വചനം പഠിപ്പിക്കുക ഈശോ പറയുന്നില്ലേ, ആർക്കാണ് ദൈവരാജ്യം അവകാശമായി കിട്ടുന്നത്? ബലശാലികൾക്കാണ്. ബലപ്രയോഗം നടത്തണം. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ ആത്മരക്ഷ, എനിക്ക് നിത്യജീവൻ ലഭിക്കാൻ, എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ജ്ഞാനത്താൽ നിറയുവാൻ നീ വില കൊടുക്കണം. അതിനുവേണ്ടി നിലവിളിക്കണം, കരങ്ങൾ വിരിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുകയാണ്, വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2:52 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുകൊണ്ട് ജ്ഞാനത്തിൽ വളർന്നു. യേശു ജ്ഞാനത്തിൽ വളർന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ ദിനംതോറും വളരുന്ന ജീവിതങ്ങളായി, കുടുംബങ്ങളായി, സമൂഹങ്ങളായി, സഭയായി നമ്മൾ മാറുമ്പോൾ അത് ലോകത്തിന് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൽ വളരുന്നവരാകണം, ജ്ഞാനത്തിൽ വളരണം. പരിശുദ്ധമായ ജ്ഞാനത്തിൽ, ഈശോ ജ്ഞാനത്തിൽ വളർന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജ്ഞാനത്തിൽ വളർന്നു, ജ്ഞാനത്തിൽ വളർന്നു. നമുക്ക് ഈ വളർച്ചയുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാല അഭിഷേകം നമ്മൾ ഒത്തിരി കേട്ടിട്ടൊരു വാക്കാണ്, അന്ത്യകാല അഭിഷേകം. ഈ അന്ത്യകാല അഭിഷേകം എന്ന് പറയുന്നത് അതിലൊരു പ്രധാന അനോയിന്റിങ് എന്താണ്? ഈ കാലഘട്ടത്തിന് അഭിഷേകത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 9-ാമത്തെ വചനം. യെശയ്യാ പ്രവചനം 11:9 അവതന ഉച്ചത്തിൽ വായിച്ച്, എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ജ്ഞാനം കൊണ്ട് നിറയും. ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. എല്ലാ ജനപദങ്ങളും ഈ പരിശുദ്ധ ജ്ഞാനത്താൽ നിറയപ്പെടും. ലോകരാജ്യങ്ങളിൽ ഈ ജ്ഞാനം വെളിപ്പെടും. ഭൂമി മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറയപ്പെടും. സമുദ്രം ഇങ്ങനെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെ, അത് ഭൂമി ആവരണം ചെയ്തിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഈ ഭൂമി മുഴുവൻ നിറയപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചന വചനമാണ്. ഇത് അന്ത്യകാലത്തിൻ്റെ അഭിഷേകമാണ്. ഈ കാലത്തിൻ്റെ അഭിഷേകമാണ് സഹോദരങ്ങളെ, പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ അഭിഷേകം. യെശയ്യാ പ്രവചനം 11:2 നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അത് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണെന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മെ അറിയിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിനുള്ള അഭിഷേകമാണ്. ഈ പരിശുദ്ധ ജ്ഞാനം നമ്മിൽ നിറയുവാൻ എന്തു ചെയ്യണം? ഈ ജ്ഞാനം ലഭിക്കാൻ ഇതെങ്ങനെ ലഭിക്കും സഹോദരങ്ങൾ? ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ നിറഞ്ഞു ജീവിക്കാൻ, ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയിൽ എന്നും പ്രകാശിതരാകുവാൻ, ഈ ജ്ഞാന ചൈതന്യത്തിൽ ദിനംതോറും വളരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ,
നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ജ്ഞാനം നമ്മളിൽ പ്രകാശിതമാകുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. കർത്താവിൻ്റെ മനസ്സറിയുന്നവരായി നമ്മൾ മാറണം. കർത്താവിൻ്റെ ആലോചനകൾ സ്വീകരിച്ചു വേണം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, മിനിസ്ട്രിയിൽ കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാം, അറിവുണ്ടാകാം, വൈഭവങ്ങൾ ഉണ്ടാകാം, പല വിധത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം, എല്ലാം നല്ല കാര്യം. എന്നാൽ ഇതൊന്നും പരിശുദ്ധ ജ്ഞാനത്തിന് പകരമാവുകയില്ല. കർത്താവിൻ്റെ മനസ്സറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അടുത്ത ഭാഗത്ത് പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഞങ്ങൾക്ക് കർത്താവിൻ്റെ മനസ്സറിയാം, അവൻ്റെ ചിന്തകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ മനസ്സറിയാൻ വിശുദ്ധ പൗലോസിനെ പറ്റിയത്? ഈ പരിശുദ്ധ ജ്ഞാനത്തിലൂടെയാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, 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 ഹോളി വിസ്ഡം. ജ്ഞാന ചൈതന്യത്താൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മനസ്സറിയുന്നു. എൻ്റെ കർത്താവിൻ്റെ ചിന്തകൾ, അവൻ്റെ ആലോചനകൾ ഞാൻ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ നമ്മൾ അറിയണ്ടേ? പലരും ഒന്ന് പറയാറുണ്ട്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എന്താണ് പറയുന്നത്? ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയാൽ നീ പ്രകാശിതനാകുമ്പോൾ ഈ ദൈവാലോചന നിനക്ക് ലഭിക്കും. നിന്റെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം ജ്ഞാനം വെളിപ്പെടുത്തി തരുമെന്ന് ജ്ഞാനപുസ്തകം 8:8 നമ്മൾ ഇന്നലെ വചനത്തിൽ നിന്ന് ധ്യാനിച്ചതാണ്. എല്ലാം ജ്ഞാനം പറഞ്ഞു തരും. ഒരു വ്യക്തി പരിശുദ്ധ ജ്ഞാനത്താൽ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദൈവിക ജ്ഞാനത്താൽ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനും വിവേചിക്കുവാനുമുള്ള അഭിഷേകത്തിലേക്ക് ആത്മാവിനെ ഉയർത്തുകയാണ് സഹോദരങ്ങളെ. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വളരെ ആവശ്യമായ ഒന്നാണ് ഈ പരിശുദ്ധ ജ്ഞാനം. ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു. കർത്താവ് പറയുന്ന പാറ്റേണിൽ, കർത്താവ് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് പറ്റണമെങ്കിൽ ഈ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി നമ്മൾ ഈ ജ്ഞാനം ലഭിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ വചനം പറയുന്നു. എന്താ വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, സർവജ്ഞാനവും കർത്താവിൽ നിന്നാണ് വരുന്നത്. കർത്താവിനോട് ചോദിക്കണം. എന്തിനു വേണ്ടി കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ ജ്ഞാനം വേണം. പിശാചിൻ്റെ വഞ്ചനകളിൽ നിന്ന്, അവനൊരുക്കുന്ന കെണികളിൽ നിന്ന്, ചതികളിൽ നിന്ന് നിന്റെ ജീവിതം, നിന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, തലമുറ, നമ്മുടെ സമൂഹം, നമ്മുടെ സഭ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടാൻ ഈ പരിശുദ്ധ ജ്ഞാനം നമുക്ക് വേണം. ആ ജ്ഞാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര തരണം, നിലവിളിക്കണം, അതിനു വേണ്ടി ത്യാഗമെടുക്കണം. എല്ലാ ദാനങ്ങളും കർത്താവിൽ നിന്ന് വരും. നീ നമുക്കറിയാം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കില്ല. നമ്മൾ നിലവിളിക്കേണ്ടത് ഈ ആത്മീയ കൃപാവരങ്ങൾ, ദാനങ്ങൾക്ക് വേണ്ടിയ സഹോദരങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 1:17 വചനം പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:17 ആ വചനം ശ്രദ്ധിച്ച്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാ ദാനങ്ങളും, ആത്മാവിൻ്റെ സകല ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ജ്ഞാനം ആരിൽ നിന്ന് വരുന്നു? ദൈവമായ കർത്താവിൽ നിന്ന് വരുന്നു. നീ അവിടുത്തോട് നിലവിളിക്കുമ്പോൾ ഈ ജ്ഞാന ചൈതന്യം കർത്താവ് തരും. നമ്മൾ എന്നും നിലവിളിക്കണം, എന്നും പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈ ജ്ഞാന ചൈതന്യം ലഭിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് വീണ്ടും വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ വചനം പറയുന്നത്? ജ്ഞാനപുസ്തകം 7-ാം അധ്യായം 7-ാം വചനത്തിൽ സോളമൻ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു.
ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അതാണ് പ്രാർത്ഥന. ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചു, അവിടുന്ന് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി. വിശ്വസിച്ച് പറഞ്ഞേ. സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. എൻ്റെ കർത്താവ് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി, ജ്ഞാനത്തിന്റെ അഭിഷേകം നൽകി, പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്ര നൽകി. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിനു വേണ്ടി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം സഹോദരങ്ങളെ. നമ്മളിതൊന്നും അറിയാത്ത വിജാതിരെ പോലെ ഹൃദയകാഠിന്യമുള്ളവരായി ജീവിക്കരുത്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയുള്ള ജീവിതങ്ങളായി നമ്മൾ കൃപയിൽ ഉയർത്തപ്പെടുവാൻ ഈ ജ്ഞാന ചൈതന്യത്തിന് വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ നിലവിളിക്കണം. വൈദികരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരും ദമ്പതിമാരും യുവജനങ്ങളൊക്കെ എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. കർത്താവ് തന്നെ കൃപ തരണം സഹോദരങ്ങളെ. ഈ വചനം കേട്ടതുകൊണ്ടോ ഇത് നോട്ട് എഴുതിയത് കൊണ്ടോ ഈ വചനം വായിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല. ഈ വചനം നമ്മൾ അനുസരിക്കണം, വചനം അനുസരിക്കണം. അപ്പോൾ കൃപ ഒഴുകും, അഭിഷേകം ലഭിക്കും. ജ്ഞാനപുസ്തകം 9:4 വീണ്ടും വചനം പറയുന്നു, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. സോളമൻ പ്രാർത്ഥിക്കുക, അവിടുത്തെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ കർത്താവേ എനിക്ക് ജ്ഞാനത്തെ അയച്ചു തരണമേ. ആ പരിശുദ്ധമായ ജ്ഞാനം എനിക്ക് നൽകണമേ. ജ്ഞാന വെളിച്ചം തരണമേ. എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ, എൻ്റെ ജീവിതം ജ്ഞാനം കൊണ്ട് നിറയട്ടെ. സോളമന്റെ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന. വീണ്ടും 9:10 വചനം പറയുന്നു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കട്ടെ, അധ്വാനിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സറിയാൻ, കർത്താവിൻ്റെ ആലോചനകൾ സ്വന്തമാക്കുവാൻ, കർത്താവിൻ്റെ ഹിതത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ ജ്ഞാനം വേണം. ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പല സഭാ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും പറയുന്നൊരു കാര്യമുണ്ട്. പുലർച്ചെ 3 മണി സമയം പല പ്രാവശ്യം നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളതാണ്. എങ്കിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധമായ ജ്ഞാനം, ഹാഗിയ സോഫിയ, ഈ ഹോളി വിസ്ഡം ഈ ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളാണ് പുലർച്ചെ 3 മണി. അതുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെ അനേകം വിശുദ്ധാത്മാക്കൾ ഒരതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവിനെ ആരാധിച്ചു. അവരെ ഇല്ലെങ്കിൽ മിഡ് നൈറ്റിൽ ഇപ്പോൾ പുലർച്ചെ 3 രാത്രികാലങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. രാത്രികാല പ്രാർത്ഥനകൾക്ക് വലിയ പവറുണ്ട്. രാത്രികാലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുക. നിങ്ങൾ എന്നോട് ഉണർന്നിരിക്കുക. നമ്മൾ ഉണർന്നിരുന്ന് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തിരുമുഖത്തിൽ നിന്ന് അവിടുത്തെ ജ്ഞാന ചൈതന്യം നമ്മിലേക്ക് ഒഴുകപ്പെടും. ഈ ചൈതന്യം നമ്മെ പ്രകാശിതരാക്കും. സകല ഇരുളുകളിൽ നിന്നും, അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കും, നമ്മുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കും. ധാരാളം പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണത്. പരിശുദ്ധ ജ്ഞാനത്തിന് വേണ്ടി നിലവിളിക്കേണ്ട സമയങ്ങളാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഈ ക്ലേശപൂർണമായ ഈ ദിനങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ജ്ഞാനത്തിന് വേണ്ടി കരങ്ങൾ വിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിയോടെ പ്രാർത്ഥിക്കുക. ഈ ജ്ഞാന ചൈതന്യത്തിന് വേണ്ടി. രണ്ടാമത്, ഈ പരിശുദ്ധ ജ്ഞാനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ ലഭിക്കുന്നു? ദൈവവചനത്തെ സ്നേഹിക്കുക. ഈ വചനം ഭക്ഷിക്കുക. വചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനം ധാരാളമായി ഭക്ഷിക്കുന്ന, പരിശുദ്ധ വചനമുള്ള ജീവിതങ്ങളിൽ ഈ പരിശുദ്ധ ജ്ഞാനമുണ്ട്. ഒരു സംശയം നമുക്ക് വേണ്ട. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, ആത്മാർത്ഥമായി കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? ദിവസത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥനയോടെ ഈ വചനം ഭക്ഷിച്ച് വചനത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരാണോ നിങ്ങൾ? ഒരു സംശയം വേണ്ട, നിങ്ങളിൽ ഈ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ട്. ഈ ജ്ഞാന ചൈതന്യം എപ്പോഴൊക്കെ നമുക്കൊരു ആവശ്യം വരുന്നു അപ്പോഴെല്ലാം ഈ വിസ്ഡം നമ്മളെ നയിക്കും, കർത്താവിൻ്റെ ആലോചനയിൽ നയിക്കും, കർത്താവിൻ്റെ മനസ്സ് പ്രകാരം ഈ ജ്ഞാനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ
ശുശ്രൂഷയുടെ ബന്ധത്തിൽ എന്തുമാത്രം പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, പൈശാചിക പോരാട്ടങ്ങൾ, മാനുഷികമായ പല കെണികൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷകൾ വന്നപ്പോഴെല്ലാം അന്ന് എന്നെ സഹായിച്ചതും സംരക്ഷിച്ചതും ഈ പരിശുദ്ധ ജ്ഞാനമാണ്. ദൈവവചനത്തിൽ ജീവിക്കുന്നവർ, വചനത്തെ സ്നേഹിക്കുന്നവർ, വചനം ഭക്ഷിക്കുന്നവരിൽ ജ്ഞാന ചൈതന്യമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുക. 2 തിമോത്തി 3:15. പൗലോസ് തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 3:15. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. നിന്നെ ജ്ഞാനിയാക്കുന്ന, ആ വചനം ശ്രദ്ധിച്ച്, നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ, നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ. ശ്രദ്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങൾ, പരിശുദ്ധ വചനങ്ങൾ നമ്മളെ ജ്ഞാനമുള്ളവരാക്കും, നമ്മെ ജ്ഞാനമുള്ളവരാക്കും. കർത്താവിന്റെ വചനം നമ്മളെ ജ്ഞാനികളാക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. വചനത്തെ സ്നേഹിക്കുവാൻ, വചനം മുറുകെ പിടിക്കുവാൻ, പരിശുദ്ധ വചനത്തെ എപ്പോഴും അനുസരിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, വചനം കാക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളിൽ എടുത്തിട്ട് 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിക്കുന്നു, യേശുവേ. പരിശുദ്ധ വചനത്തിന്റെ മുദ്ര, വചനത്തിന്റെ മുദ്ര, വചനത്തിന്റെ മുദ്ര, ജ്ഞാനത്തിന്റെ മുദ്ര, അറിവിന്റെ മുദ്ര, ആലോചനയുടെ മുദ്ര ആത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാലുകൾ കുടുക്കിൽപ്പെടാതെ കൃപയോടെ മുന്നോട്ട് പോകുവാൻ ജ്ഞാന ചൈതന്യത്താൽ അഭിഷേകം ചെയ്യണം. വചനത്തിന്റെ ആത്മാവിനാൽ മുദ്ര ചെയ്യണം. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ആ വരികൾ മാത്രം കരങ്ങളടിച്ച് പാടുക. ആരെല്ലാം ദൈവവചനത്തെ സ്നേഹിക്കുന്നുവോ അവരിൽ പരിശുദ്ധ ജ്ഞാനം ഒഴുകപ്പെടും. ആരെല്ലാം വചനം സ്നേഹത്തോടെ ഭക്ഷിക്കുന്നുവോ അവരിൽ ജ്ഞാന ചൈതന്യമുണ്ടാകും. ജ്ഞാന ചൈതന്യമുണ്ട്. കരഘോഷത്തോടെ പോരാ, എല്ലാവരും കൈയടിച്ച് നന്നായി കരമടിച്ച് ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും നീ വളർന്നിടുവാൻ. ആമേൻ, ആമേൻ. വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. ഓ പരിശുദ്ധാത്മാവേ, അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. വചനത്തിൽ വളരും, ജ്ഞാനത്തിൽ വളരുവാൻ. ലൂക്കാ 2:52. കൃപ ചെയ്യണം. ഇരുകരങ്ങൾ ഉയർത്തും. ഈ ഒരു അഭിഷേകത്തിനായി, ഈ ഒരു കൃപയ്ക്കായി ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. എന്റെ സഹോദരങ്ങളെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പരിശുദ്ധ ജ്ഞാനത്താൽ നീ മുദ്ര ചെയ്യപ്പെടട്ടെ. ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ. ഈശോയെ അഭിഷേകം എല്ലാവരുടെ മേൽ അഭിഷേകം കൊടുക്കട്ടെ. ജ്ഞാന ചൈതന്യം നിറയട്ടെ. പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയുണ്ടാകട്ടെ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് നൽകുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന ജ്ഞാന ചൈതന്യത്തിനായി നന്ദി പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയോടെ വീണ്ടും ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധ വചനങ്ങൾ നമ്മളെ ജ്ഞാനികളാക്കി മാറും. അത് വചനം ഉള്ളിലുള്ളവർക്ക് ജ്ഞാനമുണ്ട്. ഞാൻ പലപ്പോഴും ചെയ്ത് പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മ ജ്ഞാനത്തിൽ, ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ പൂർണ്ണമായും ജീവിച്ചവളായിരുന്നു നമ്മുടെ അമ്മ. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയും ജ്ഞാനം കിട്ടിയത്?
അവളുടെ ഹൃദയത്തിൽ വചനമുണ്ടായിരുന്നു, അവളുടെ ജീവിതത്തിൽ വചനമുണ്ടായിരുന്നു. ആരിലെല്ലാം ഈ പരിശുദ്ധമായ വചനമുണ്ടോ അവരിൽ ജ്ഞാനമുണ്ട്. വചനം നമ്മെ ജ്ഞാനികളാക്കും. വചനം നമ്മെ ജ്ഞാനികളാക്കും. വചനം, അവിടെ ഈശോ വചനത്തിന് വാളുകൊണ്ട് വെട്ടി. പിശാച് പല പ്രലോഭനങ്ങളായിട്ട് വന്ന്, ചക്രവർത്തമാനങ്ങൾ, വഞ്ചനാത്മകമായ വാക്കുകൾ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോടൊപ്പമായി. എന്തു നല്ല സ്നേഹത്തിൻ്റെ ചതിയുടെ വാക്കാണത്. അത് ചതിയാന്ന് ഈശോയ്ക്ക് മനസ്സിലായി. ഈ പരിശുദ്ധ ജ്ഞാനത്തിലൂടെ വാളെടുത്തു വെട്ടി. ഏത് വാള്? ദൈവവചനമാകുന്ന വാള്. പ്രലോഭനങ്ങളെല്ലാം കർത്താവ് അതിജീവിച്ചു. നമുക്ക് വലിയൊരു മാതൃക നമ്മുടെ കർത്താവ് കാണിച്ചു തരിക. സഹോദരങ്ങളെ, വചനം നമ്മെ ജ്ഞാനികളാക്കുന്നു. ഈ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ ജ്ഞാനം നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിസന്ധികളിലെ, ഞെരുക്കങ്ങളിലെ, കഷ്ടതകളിലെ, തകർച്ചകളിലെ, ആശയക്കുഴപ്പങ്ങളുടെ മധ്യേ എന്ത് തന്നെ വന്നാലും അതിൻ്റെ നടുവിലൂടെ ഈ വിസ്ഡം നമ്മളെ നയിക്കും, പരിശുദ്ധ വചനത്തിലൂടെ. അതാണ് 119 സങ്കീർത്തനം 105 വചനം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വചനമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കാണ്, പാതയിൽ പ്രകാശമാണ്. അവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല. എത്രമാത്രം കൂരിരുൾ നിറഞ്ഞ താഴ്വരയാണെങ്കിലും ആ താഴ്വരയിൽ പരിശുദ്ധ ജ്ഞാനം നിന്നെ നയിക്കും. ജ്ഞാനം നിന്നെ നയിക്കും. കാരണം നിന്നിൽ വചനമുണ്ട്. വചനം പാതയിൽ പ്രകാശമാണ്, പാദത്തിന് വിളക്കാണ്. സഹോദരങ്ങൾ, പരിശുദ്ധ വചനത്തിൻ്റെ സമൃദ്ധി, വചനത്തിൻ്റെ അനോയിന്റിങ്, ദൈവവചനത്തിൻ്റെ ആത്മാവ് നമ്മിൽ സ്ഥിരതയോടെ വസിക്കുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുറപ്പിച്ചോ, ഈ ജ്ഞാനം നമ്മളെ നയിക്കും. നമ്മുടെ കാലിടറി പോവില്ല, നമ്മുടെ കാലുകൾ കുടുക്കിൽപ്പെടില്ല, വഴിതെറ്റിപ്പോവില്ല. ഒരു ചക്രവർത്തമാനങ്ങൾക്കും നീ അടിമപ്പെടുകയില്ല. അതെല്ലാം തിരിച്ചറിയാൻ ഈ ജ്ഞാനം നിന്നെ സഹായിക്കും. പ്രഭാഷകന്റെ പുസ്തകം 15:1 വീണ്ടും വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. ദൈവവചനത്തിൽ ആരെല്ലാം ഉറച്ചു നിൽക്കുന്നുവോ അവർക്ക് ജ്ഞാനം ലഭിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പരിശുദ്ധമായ ജീവന്റെ വചനത്തിൽ, ഈ സത്യവചനത്തോട് ആരെ വിശ്വസ്തത പുലർത്തുന്നുവോ, ആരെല്ലാം ഈ വചനത്തെ മുറുകെ പിടിക്കുന്നവരോ, ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ, ഈ വചനം അനുസരിക്കുന്നുവോ, അവരിൽ ജ്ഞാനം നിറയും, പരിശുദ്ധ ജ്ഞാനമുണ്ടാകും. അപ്പൊ ജ്ഞാനചൈതന്യം ലഭിക്കാൻ രണ്ടാമത്തെ വഴി എന്താ? നീ വചനത്തെ സ്നേഹിക്കണം, വചനം ഭക്ഷിക്കണം, ദൈവവചനത്തിൽ ജീവിക്കണം. വചനം ഉണ്ടാവണം. വചനം പവറാണ്, ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഇതെന്താണ് ഈ വചനം? ഇതൊരു കഥാപുസ്തകമല്ല, ഇത് ആത്മാവിന്റെ വാളാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് കർത്താവിന്റെ ജീവനുള്ള വചനം. അതേത് കെട്ടും പൊട്ടിക്കും, ഏത് ബന്ധനവും അഴിക്കും, എത്ര കഠിന ഹൃദയത്തിലേക്കും അത് തുളച്ചു കയറി ചെല്ല് ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, കർത്താവിനായി നവീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. കൽപ്പനകൾ ഉറച്ചു നിൽക്കുന്നവരിൽ അവർക്ക് ജ്ഞാനം ലഭിക്കും. 119 സങ്കീർത്തനം 130 വചനത്തിൽ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളടിയുമ്പോൾ പ്രകാശം പരക്കുന്നുണ്ട്. അതാണ് പ്രകാശം അന്ധകാരം മാറി, നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനത മാറി, നമ്മുടെ ഹൃദയത്തിൻ്റെ മൂടലുകൾ മാറി. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന് ദേവനായി പിശാച് അനേക മനുഷ്യ മനസ്സുകൾ അന്ധമാക്കി, തന്നിമിത്തം ജ്ഞാനവെളിച്ചം കെട്ടുപോയി. സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ ഗ്ലോറി ദർശിക്കാൻ പറ്റുന്നില്ല, ദൈവവചനത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ മൂടലുകൾ, ആ ഇരുളുകൾ, അന്ധകാരങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോകും. വചനത്തിൻ്റെ മർമ്മങ്ങൾ നിന്റെ ആത്മാവിൽ പ്രകാശിക്കുമ്പോൾ പ്രകാശം പരക്കും. ജ്ഞാനത്തിന്റെ പ്രകാശം. നീ വചനം ഭക്ഷിക്കുമ്പോൾ, നീ വചനം സ്നേഹിക്കുമ്പോൾ, നീ വചനം ജീവിക്കുമ്പോൾ, നീ വചനം അനുസരിക്കുമ്പോൾ പ്രകാശം. ഏത് പ്രകാശം? ജ്ഞാനത്തിന്റെ പ്രകാശം. അവിടെ നിനക്ക് ഈ വെളിച്ച ചൈതന്യം കിട്ടുകയാണ്. ആ ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു എന്ന് സോളമൻ പറയുന്നില്ലേ, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ സഹോദരങ്ങളെ,
എളിയവർക്ക് അത് അറിവ്. ഈ ജ്ഞാന ചൈതന്യം നമ്മൾ പ്രകാശിക്കുമ്പോൾ, അതല്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ്. ഒരു തിയോളജി അവൾ പഠിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, സഭയിലെ വലിയ തിയോളജിയൻസ് എൻ്റെ അടുത്ത് വരട്ടെ, അവർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി നൽകാം. അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടും തൻ്റെ ദൈവാശ്രയ ബോധം കൊണ്ടുമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഇത് പങ്കുവെച്ചത്. എവിടുന്ന് കിട്ടി ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഈ അറിവ്? ജ്ഞാനം നിനക്ക് അറിവ് പകരും, എളിയവരെ അത് അറിവുള്ളവരാക്കുന്നു, പ്രകാശമുള്ളവരാക്കുന്നു. വചനം ഭക്ഷിച്ച് വചനത്തിൻ്റെ ആ മർമ്മങ്ങൾ നമ്മിൽ പ്രകാശിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടും. അതാണ് ഈ വചനം. നല്ല വചനത്തിന് പവറുള്ളവരെ പെട്ടെന്ന് തകർക്കാൻ, അവരെ ചില ഉഡായിപ്പുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ചില ഗിമ്മിക്സുകൾ കാണിച്ച് അവരെ പറ്റിക്കാൻ പറ്റില്ല സഹോദരൻ. കാരണം അവർക്ക് ജ്ഞാനത്തിൽ അവർ വിവേചിക്കും. ഈ വചനം ഉള്ളിലുണ്ട്. വചനം ഉള്ളിലുള്ളവർക്ക് ജ്ഞാന ചൈതന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് തിരുവെഴുത്ത് അത് പറയുന്നത്. അതുകൊണ്ട് വചനത്തെ നന്നായി സ്നേഹിക്കണം. നിങ്ങൾ വചനം ഭക്ഷിക്കണം. ഈ നാളുകളിൽ ദൈവത്തിന് വചനത്തിലേക്ക് മടങ്ങി വരണം. വചനത്തിന് ശക്തി അനുഭവിച്ച് ജീവിക്കണം. വചനം മുറുകെ പിടിക്കണം. എപ്പോഴും എന്ത് വില കൊടുത്തും എന്ത് നഷ്ടം വന്നാലും പരിശുദ്ധ വചനത്തെ അനുസരിക്കണം. നിനക്ക് ജ്ഞാനം ലഭിക്കും. മൂന്നാമത്, ഈ പരിശുദ്ധ ജ്ഞാനം ലഭിക്കുന്നത് കൈവെപ്പിലൂടെയാണ്. കർത്താവിൻ്റെ അഭിഷിക്തന്മാരിൽ പ്രവാചകന്മാരുടെ കൈവെപ്പിലൂടെ ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നു. എല്ലാ കൈവെപ്പിൻ്റെ പുറകെ എല്ലാവരിൽ നിന്ന് കൈപ്പ് വാങ്ങരുത്. ശ്രദ്ധിക്കണം. എല്ലാവരിൽ നിന്നും കൈവെപ്പ് വാങ്ങരുത്. കൈവെപ്പ് വാങ്ങാൻ തിടുക്കം കൂട്ടരുത്. പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട്, നീ കൈവെപ്പ് നടത്താൻ തിടുക്കം കൂട്ടരുത്. അതിന് കർത്താവ് പ്രത്യേകം അപ്പോയിന്റ് ചെയ്തവരുണ്ട്. അവരിൽ നിന്ന് മാത്രം നമ്മൾ കൈവെപ്പ്. നമ്മുടെ പിതാക്കന്മാരെ കർത്താവിൻ്റെ അപ്പോസ്റ്റൽസാണ്, കർത്താവിൻ്റെ സ്ലീഹന്മാരുടെ പിന്തുടർച്ച അവകാശികളാണ് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരെ. നമ്മൾ കൈവെപ്പ് വാങ്ങണം. അത് വലിയ പവറും വലിയ സംരക്ഷണവുമാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത വന്യ വൈദികൻ, അങ്ങനെ അഭിഷേകം ചെയ്യപ്പെടും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്താ പറയുക, വചനമുള്ളവരല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരല്ലേ എന്നും പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കയ്യൊപ്പ് വാങ്ങരുത് സഹോദരൻ. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നിങ്ങൾ വളരെ വിവേചിക്കണം. നമ്മൾ കയ്യൊപ്പ് വാങ്ങാൻ തിടുക്കാൻ കൂടും. എന്നാൽ കയ്യൊപ്പിന് വലിയ പവറുണ്ട്. കൈവെപ്പിലൂടെ വലിയ പകർച്ച വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൃപയും അതിനനുസരിച്ചുള്ള അടുക്കുള്ള ഒരു ഒരുക്കവും അഭിഷേകം ഇല്ലാത്ത വ്യക്തികളിൽ നിന്ന് കൈവെപ്പ് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചില നെഗറ്റീവ് എനർജികൾ അതിലൂടെ വരാൻ സാധ്യതകളുണ്ട്. സംശയമൊന്നുമില്ല. ആ പകർച്ച അത് പോസിറ്റീവ് നെഗറ്റീവിലും ഈ പകർച്ച വരും. അതുകൊണ്ട് കൃപയുള്ള, വിശുദ്ധിയുള്ള, കർത്താവിനെ സ്നേഹിക്കുന്ന ജനുവിനായ ശുശ്രൂഷകർ, പ്രവാചകർ, അഭിഷിക്തന്മാരിൽ നിന്ന് നമ്മൾ കയ്യൊപ്പ് വാങ്ങണം. ഈ കയ്യൊപ്പിലൂടെ നമുക്ക് ഈ ജ്ഞാന ചൈതന്യം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. നിയമവർത്തന പുസ്തകം 34:9 എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വെച്ചിരുന്നു. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ പ്രവാചകൻ ജോഷുവായുടെ മേൽ, അവൻ്റെ ശിരസിൽ കൈകൾ വെച്ചിരുന്നു. ആ കൈവെപ്പിലൂടെ കണ്ടോ ഒരു ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ചയുണ്ടായി. ഹോളി വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ആത്മാവ് ജോഷുവായിൽ നിറയാണ്, ജോഷുവായിലേക്ക് വരികയാണ്. ഇങ്ങനെയാ വന്നത് കൈവെപ്പിലൂടെ. അപ്പോൾ കൈവെപ്പ് വേണം. നമുക്ക് കൈവെപ്പ് പ്രാർത്ഥന വേണം. നമ്മൾ കൈവെപ്പുകൾ സ്വീകരിക്കണം, ഒരുക്കത്തോടെ സ്വീകരിക്കുന്നത് ആവശ്യമാണ് സഹോദരൻ. അത് വിവേചിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. 2 തിമോത്തി 1:6 വീണ്ടും പൗലോസിലെ പറയുന്നുണ്ട്. 2 തിമോത്തി 1:6 എന്താ പറയുന്നത്? എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരങ്ങൾ, അതിൽ ഈ പരിശുദ്ധ ജ്ഞാനമുണ്ട്. നീ അത് ഉജ്ജ്വലിപ്പിക്കണം. ഈ ജ്ഞാന ചൈതന്യം നീ ഉജ്ജ്വലിപ്പിക്കണം. അതെങ്ങനെയാണ് നിനക്ക് ലഭിച്ചത്? എൻ്റെ കൈവെപ്പിലൂടെയാണ്. അപ്പോൾ കൈവെപ്പിലൂടെ അഭിഷേക കൃപകളുടെ പകർച്ചയുണ്ടാവും. ജ്ഞാന ചൈതന്യം ലഭിക്കും. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കും.
നമ്മുടെ ആത്മാവിൽ ലഭിക്കും, ആത്മാവിൽ ലഭിക്കും. പരിശുദ്ധാത്മാവ് തിരു സഹോദരങ്ങളെ. അപ്പോൾ കൈവെപ്പിലൂടെയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 തിമോത്തി ആ വചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 4:14. 1 തിമോത്തി 4:14. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്കു നൽകപ്പെട്ട കൃപാവരം. കണ്ടോ, കൈവെപ്പ് വഴി നിന്നിലേക്ക് പകർന്ന കൃപാവരങ്ങൾ നീ അവഗണിക്കരുത്, നീ അവഗണിച്ച് ജീവിക്കരുത്. കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ കൃപാവരങ്ങളുണ്ട്, അത് നീ അവഗണിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങളിലൂടെ ആത്മാവ് എന്താ പഠിപ്പിക്കുന്നത്? കൈവെപ്പിലൂടെ ഒരു പകർച്ച, അഭിഷേകത്തിൻ്റെ പകർച്ച വരുന്നു, ജ്ഞാന പകർച്ച വരുന്നു, പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. നല്ല കൃപയുള്ള, അഭിഷേകമുള്ള, ശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുന്ന അഭിഷിക്തന്മാരെ കാണും. ഒട്ടുകുത്തി കവിപ്പോവാങ്ങ. ഒരു കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുക, പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര തരണേ. അങ്ങനെയുള്ള പ്രവാചകരെ, നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരെ, ഇരുകരങ്ങളെടുത്തിട്ട് 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, ഈശോയേ, ഹൃദയം തുറന്ന് ആദരം തുറന്ന് വിളിച്ചോ, ഈശോ, ഈശോ, ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശുവേ, അഭിഷേകം നിറയട്ടെ. ഇപ്പൊ കർത്താവ് ഒരു അനോയിന്റിംഗ് തരുന്നുണ്ട്, ഒരു അഭിഷേകം കർത്താവ് തരുന്നുണ്ട്. നിങ്ങൾ ആത്മാവിലേക്ക് സ്വീകരിച്ചോ, ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര സ്വീകരിച്ചോ. കർത്താവേ, പകരുക, റിലീസ്. കർത്താവേ, ജനത്തിന്റെ മേൽ പകരുക, ഈ അഭിഷേകം പകരുക, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരുക. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. നാലാമതായി, പരിശുദ്ധ ജ്ഞാനം ലഭിക്കാൻ ജീവിത വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുന്നവരിലാണ് ഈ പരിശുദ്ധ ജ്ഞാനം നിലനിൽക്കുന്നത്. മലിനമായ ഒന്നിലും ജ്ഞാനം പ്രവേശിക്കില്ല, അശുദ്ധമായ ഒന്നിലും ജ്ഞാനം കടക്കുകയില്ല, ഹീനമായതൊന്നിനും ജ്ഞാനത്തിൽ പ്രവേശനമില്ല. വിശുദ്ധി, നിർമ്മലത, നമ്മുടെ ജീവിതങ്ങൾ വെണ്മയുള്ളതാണ്, നിർമ്മലതയുള്ള, വിശുദ്ധിയുടെ സൗന്ദര്യമുള്ള ജീവിതങ്ങളാകണം. സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്സിൽ ജീവിക്കുന്നവരാണ്. ജ്ഞാനപുസ്തകം 1-ാം അധ്യായം 4-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കില്ല. പലർക്കും ഈ ജ്ഞാനം കിട്ടാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം വസിക്കില്ല. പാപം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് ജഡീക പാപം മാത്രമല്ല. പരിശുദ്ധ വചനത്തിന് വിരുദ്ധമായ അതെല്ലാം കർത്താവിനെ വേദനിപ്പിക്കുന്ന പാപങ്ങളാണ്, അതെല്ലാം അശുദ്ധികളാണ്. ആകുലത ഒരു അശുദ്ധിയാണ്, വെറുപ്പ് വലിയൊരു അശുദ്ധിയാണെന്ന വചനം പഠിപ്പിക്കുന്നു. മുൻകോപം, അഹങ്കാരം ഭയങ്കര അശുദ്ധിയാണ്. ഇപ്രകാരമുള്ള ജീവിതങ്ങളിൽ പരിശുദ്ധ ജ്ഞാനം വസിക്കില്ല. വിശുദ്ധീകരിക്കപ്പെട്ട, നിർമ്മലീകരിക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങളിലാണ് പരിശുദ്ധ ജ്ഞാനം വസിക്കുന്നത്. പാപത്തിന് അടിമയായ ശരീരത്തിൽ, ജീവിതത്തിൽ പരിശുദ്ധ ജ്ഞാനം വസിക്കുകയില്ല. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ, ജ്ഞാനം വസിക്കുകയില്ല. അതുകൊണ്ട് റോമർ 1:4 പൗലോസ്ലിക സഭയെ പഠിപ്പിക്കുന്നു. റോമർ 1:4 എന്താണ് വചനം പറയുന്നത്? മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം, അതാ പ്രധാനപ്പെട്ടത്. ശ്രദ്ധിക്കണം നിങ്ങൾ, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കണം. നമ്മൾ വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുന്നവരിലാണ് പരിശുദ്ധ ജ്ഞാനം വസിക്കുന്നത്. അവരിലാണ് ജ്ഞാന ചൈതന്യം വെളിപ്പെടുന്നത്. അവരെയാണ് ഈ ജ്ഞാനം കരം പിടിച്ച് നയിക്കുന്നത്. വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം. എല്ലാവരും ഒന്നിച്ച് സ്വരമുയർത്തി ആ വചനം നേറ്റു പറഞ്ഞ്, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സമർപ്പിത ജീവിതം, ഏകാവസ്ഥ ജീവിതം, നമ്മുടെ പൗരോഹിത്യ ജീവിതം വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കണം.
വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം നമ്മൾ കുടുംബമായി ജീവിക്കണം. നമ്മുടെ കൂട്ടായ്മ വിശുദ്ധിയുടെ ആത്മാവിൽ ചേർന്ന വിധം മുന്നോട്ട് പോകണം. അവരിലാണ് ജ്ഞാനം വസിക്കുന്നത്. പൗലോസ്ലീഹ ഈ സത്യം വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിയ 4:7 പൗലോസ്ലീഹ പറയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, ചെടീകതകളിലേക്കല്ല, മലിനതയിലേക്കല്ല, വിശുദ്ധിയിലേക്ക്, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുവാൻ, ഈ ആത്മാവിന് ചേർന്ന വിധം വളരുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിത വിശുദ്ധി, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഇന്നലെ കണ്ടു, ഈ അടയാളങ്ങൾ കാണുമ്പോൾ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ശുദ്ധീകരിക്കേണ്ട നാളുകളാണിത്. നമ്മുടെ കുടുംബത്തെ ശുദ്ധീകരിക്കേണ്ട നാൾ, നമ്മുടെ സഭയെ ശുദ്ധീകരിക്കേണ്ട നാളുകൾ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മിനിസ്ട്രികളെ ശുദ്ധീകരിക്കേണ്ട നാളുകൾ. എങ്കിലേ കർത്താവിൻ്റെ മഹത്വം അവിടെ സ്ഥിരമായി വസിക്കുകയുള്ളൂ. കർത്താവിൻ്റെ മഹത്വം, ഗ്ലോറി നമ്മുടെ കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ, കുടുംബങ്ങളിൽ അത് നിലനിൽക്കണമെങ്കിൽ അവിടെ ശുദ്ധീകരണത്തിന് അനുഭവം ഉണ്ടാവണം. പരിശുദ്ധ ജ്ഞാനം ശുദ്ധിയുള്ള ജീവിതത്തിലാണ് വസിക്കുന്നത്. 5-ാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, വിശ്വസ്തരാവണം. നമ്മൾ ചതിക്കരുത്. നമ്മൾ കാപട്യമുള്ളവരാ. കർത്താവിന് വേദനിപ്പിക്കുന്ന വലിയൊരു തിന്മയാണ് കപടത, കാപട്യം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്. നമ്മൾ നടിക്കരുത്, അഭിനയിക്കരുത്, വേഷം കെട്ടരുത്. പൗലോസ് പറയുന്നില്ല, അവൻ പ്രഭാപൂർണനായ മാലാഖയുടെ വേഷം കെട്ടി വരും. അവൻ്റെ ശുശ്രൂഷകർ ഈ കാലഘട്ടത്തിൽ വേഷം കെട്ടുന്നവരാണെന്ന്. വേഷം കെട്ടുക, പ്രാർത്ഥനയുടെ വേഷം കെട്ടി, വചനത്തിൻ്റെ വേഷം കെട്ടി. എൻ്റെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ വിശുദ്ധിയുടെ നല്ല മനുഷ്യർ എന്നുള്ള വേഷങ്ങൾ കെട്ടി വന്ന് തങ്ങളുടെ ജീവിതങ്ങളെ തിന്മയ്ക്കായി, അശുദ്ധിക്കായി ഉപയോഗിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിശ്വസ്തരായിരിക്കണം. ജ്ഞാനപുസ്തകം 1:4 ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചു, കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല. കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുന്നത് വിശ്വസ്തതയുള്ള ജീവിതങ്ങളിലാണ്, വിശ്വസ്തരായ ആത്മാക്കളിലാണ് ഈ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ട്. വിശ്വസ്തരാകണം. ഡ്യൂപ്ലിസിറ്റി ഉള്ളവരാകരുത്, നമ്മൾ അഭിനയിക്കുന്നവരാകരുത്, കാപട്യക്കാരാകരുത്. വചനം പറയുന്നുണ്ട്, കപടിക്കാര് അടിക്കടി അധപതിക്കും, അവർ ക്ഷയിച്ചു പോകും. കപടാത്മാക്കളെ അധികം നാള് കർത്താവ് വളർത്തില്ല, മുന്നോട്ട് കൊണ്ടുപോയില്ല സഹോദരങ്ങളെ. അവർ തകർന്നു പോവും, അടിക്കടി അധപതിക്കും, ക്ഷയിക്കും. നമ്മൾ വിശ്വസ്തരാകണം. കർത്താവ് വെറുക്കുന്നതാണ് അവിശ്വസ്തത. സുഭാഷിത പുസ്തകം 22:12 വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസ്ത ആത്മാക്കളാകണം. അവിടെ എന്താ പറയുന്നത്? കർത്താവിൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു, അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അവരുടെ പാദങ്ങൾക്ക് ബലമില്ല, അവിടെ കാലുകൾക്ക് ശക്തിയില്ല. ആ പാദങ്ങൾ അവിടുന്ന് തകിടം മറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാദങ്ങൾക്ക് ബലക്ഷയം എന്നത് നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. നമ്മൾ വീണ് പോവും, നമുക്ക് നടക്കാൻ പറ്റില്ല, നമുക്ക് ഓടാൻ പറ്റില്ല. ഈ അവസ്ഥയാണ് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. അവരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കും, അവരധികം മുന്നോട്ട് പോവില്ല. വിശ്വസ്തരാകണം. ആരെയും ചതിക്ക് കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ഉണ്ടാക്കരുത്. അത് കുടുംബത്തിലാണെങ്കിലും, മിനിസ്ട്രിയിലാണെങ്കിലും, സഭയിലാണെങ്കിലും, ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും, നമ്മുടെ ഓഫീസിലാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ മൂലം ഒരു ദോഷമുണ്ടാകരുത്. നീ വിശ്വസ്തയാകണം. നിന്നെ വിളിച്ച ദൈവവിളിയിലെ, നിന്റെ ഉത്തരവാദിത്തങ്ങളിലെ, നിന്നെ ഏൽപ്പിക്കപ്പെട്ട നിന്റെ ജോലികളിലെ, ശുശ്രൂഷ മേഖലകളിലെ. അതുകൊണ്ട് വചനം പറയുന്നത്, വചനം ലഭിക്കുന്നവർ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. ഒരു വചന പ്രഘോഷകൻ, ഒരു ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൻ, അവനോട് എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നീ വിശ്വസ്തയോടെ എൻ്റെ വചനം പ്രഖ്യാപിക്കുക, എൻ്റെ വചനം പ്രഘോഷിക്കുക. മനസ്സിൽ കള്ളത്തരം വെച്ചിട്ടല്ല, കപടത വെച്ചിട്ടല്ല,
അഭിനയിച്ചല്ല, നീ നിർമ്മലതയോടെ വിശ്വസ്തയോടെ എൻ്റെ വചനത്തെ പ്രഖ്യാപിക്കുക. ഞാൻ എൻ്റെ ജനത്തിൽ പ്രവർത്തിക്കും, ഞാൻ നിന്നെ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കി മാറ്റും. ഇതെപ്പോഴാ സംഭവിക്കുന്നത്? ശുശ്രൂഷകർ വിശ്വസ്തരായി മാറുമ്പോൾ, വചനത്തോടും തങ്ങളെ വിളിച്ച കർത്താവിനോടും വിശ്വസ്തത പുലർത്തുമ്പോൾ. അപ്പോൾ വിശ്വസ്തരായ ആത്മാക്കളിലാണ് പരിശുദ്ധ ജ്ഞാനം ഒഴുകപ്പെടുന്നത്. കപട ജീവിതങ്ങളിൽ, കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ശക്തിയോടെ ശക്തിയോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 സാമുവേൽ 2:9 വായിച്ച്, 1 സാമുവേൽ 2:9, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചന. അവരുടെ കാലുകൾ കുടുക്കിൽപ്പെടുവാൻ, പിശാച് വിരിക്കുന്ന വലകളിലെ, കെണികളിലെ, ചതികളിലെ, വഞ്ചനാത്മകമായ ചക്രവാക്കുകളിലെ, തേനൊലിപ്പിക്കുന്ന വാക്കുകളിലൊന്നും അവരുടെ ജീവിതങ്ങൾ കുടുങ്ങിപ്പോകാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. എത്ര മനോഹരമായ വചനം! അവർ വീണുപോകാൻ കർത്താവ് അനുവദിക്കും. കർത്താവ് അവരെ താങ്ങും, കർത്താവ് അവരെ താങ്ങും. 2020 ഏപ്രിൽ 24 കർത്താവ് എനിക്ക് തന്നൊരു പ്രവചന വചനമുണ്ട്. സുഭാഷിതങ്ങൾ 3:26 ഇവിടെ ഡിസ്പ്ലേ ചെയ്തില്ല, കാരണം ഞാൻ അവരോട് ഇത് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയാം. നിന്റെ പാദം, നിന്റെ കാലുകൾ കുടുക്കിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിന്റെ കാലുകൾ കുടുക്കിൽ പെടാതെ, പിശാച് പിരിക്കുന്ന കെണികള്, ചതികള്, വഞ്ചനകള്, അവന്റെ കാപട്യങ്ങള്, തന്ത്രങ്ങളിൽ വിട്ടുപോകാതെ ഞാൻ നിന്നെ കാത്തുകൊള്ളും. എൻ്റെ സഹോദരങ്ങളെ, പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും നമ്മെ ശക്തമാക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ്. പരിശുദ്ധമായ എന്നെ ഒരുപാട് ഈ വചനം സഹായിച്ചിട്ടുണ്ട്. നിന്റെ പാദങ്ങൾ കുടുക്കിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിന്റെ കർത്താവ് നിന്നെ കാത്തുകൊള്ളും. നീ വിശ്വസ്തനായിരിക്കുക, നീ വിശ്വസ്തയായിരിക്കുക. കർത്താവ് നിന്നെ കാക്കും. ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല, ആർക്കും നിന്നെ പിഴുതുമാറ്റാൻ പറ്റില്ല. അത് നിന്നെ വിളിച്ച കർത്താവ് തന്നെ വിചാരിക്കണം. കർത്താവ് തന്നെ വിചാരിക്കണം. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. അവരിൽ ഈ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ടാകുന്നു, ജ്ഞാന ചൈതന്യം ഉണ്ടാകുന്നു. 6-മതായി നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ജ്ഞാനം ലഭിക്കുന്നത് ആർക്കാണ്? കർത്താവിനെ സ്നേഹിക്കുന്ന ആത്മാക്കൾക്ക്. കർത്താവിനെ സ്നേഹിക്കുന്ന ആത്മാക്കൾക്ക്, ആ ഇൻറ്റിമസിയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്ന ആത്മാക്കൾക്ക്. അതൊക്കെ ഉദാഹരണങ്ങൾ വിശുദ്ധരും. ഞാൻ വിശുദ്ധരുടെ അനുഭവങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഈ വചനത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്നതിന് കാരണം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, മർമ്മങ്ങളിലേക്ക് നമ്മൾ വരണം. എൻ്റെ സഹോദരങ്ങളെ, അനേകം വിശുദ്ധരെ അവർക്ക് ഈ ജ്ഞാനം കിട്ടിയത് ഈ സ്നേഹത്തിൽ വളർന്നപ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താ വചനം പറയും? പ്രഭാഷകന്റെ പുസ്തകം 1:10, പ്രഭാഷകൻ 1:10, അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധ ജ്ഞാനം, അവൾ ഈ ജ്ഞാനമാണ് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? സമൃദ്ധമായി പരിശുദ്ധ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ! നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ! കർത്താവെ സ്തുതിക്കുന്നു. ആരെല്ലാം തന്നെ സ്നേഹിക്കുന്നുവോ അവരിലേക്ക് പരിശുദ്ധ ജ്ഞാനത്തെ പകർന്നിരിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിയ അടയാളമാണ് ആത്മാവിനെ തന്റെ ജ്ഞാനം കൊണ്ട് പൊതിയുന്നത്, തന്റെ ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുന്നത്. ആമേൻ ആമേൻ ആമേൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ള. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവ് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ലോർഡ് ഈസ് ഗുഡ് all the time. All the time God is good. കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈ പരിശുദ്ധ ജ്ഞാനം കൊടുക്കുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 14:21 വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ അവനെ വെളിപ്പെടുത്തും. ഈ വെളിപാട് പരിശുദ്ധ ജ്ഞാനത്തിലൂടെയാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിലൂടെ ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ പൗലോസ് പറഞ്ഞേ, ഗലാത്യ 1:11-12 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം അതാരും എന്നെ പഠിപ്പിച്ചതല്ല, ഞാൻ പുസ്തകം വായിച്ച് കിട്ടിയ അറിവല്ല. ഫിലോസഫി ക്ലാസ്സുകളിൽ, തിയോളജി ക്ലാസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ട് അതൊക്കെ നമുക്ക് പങ്കെടുക്കണം, അതൊക്കെ വേണം. അതൊന്നും ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുകളിലല്ല സഹോദരൻ. പല വിശുദ്ധാത്മാക്കളും ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. വിശുദ്ധ കാതറിൻ, സീനായിലെ കാതറിൻ വലിയ അളവിൽ പരിശുദ്ധ ജ്ഞാനമുള്ളവളാണ്. കൊച്ചു ത്രേസ്യ, എത്ര വിശുദ്ധരെ, ഇവർക്കൊക്കെ ജ്ഞാനാണ് നയിച്ചത്. നമ്മുടെ കേരള സഭയിലെ നമ്മുടെ വല്യച്ചിമാരെ, അൽഫോൺസാമ്മ, യൂപ്രസ്യാമ്മ, മറിയന്ത്രേസ്യാമ്മ, ഇവരൊക്കെ നയിച്ചത് ഈ പരിശുദ്ധ ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ നിറഞ്ഞാണ് ഒരു പ്രാർത്ഥിച്ചതും കർത്താവിനോട് ചേർന്ന് ഈ ജീവിത സത്യങ്ങളുടെ സമർപ്പിത ജീവിതത്തിൻ്റെ സൗന്ദര്യം, മാധുര്യം അവർ അനുഭവിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്നു. എൻ്റെ 12-ാമത്തെ വചനത്തിൽ എന്താ പൗലോസ് പറയുന്നത്? ഗലാത്യ 1:12 എന്താ പറയുന്നത്? എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ആരും ഒരു മനുഷ്യനും എന്നെ പഠിപ്പിച്ചതല്ല, അത് യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ്. എൻ്റെ കർത്താവ് എനിക്ക് തന്ന വെളിപാടുകളിലൂടെ, എൻ്റെ കർത്താവ് എനിക്ക് തന്ന പരിശുദ്ധ ജ്ഞാനത്തിലൂടെയാണ് ഈ സുവിശേഷ രഹസ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളരുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഈ അറിവ് ഇൻ്റലക്ച്വലായ അറിവ്, റെവലേഷൻ, കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ നന്മ, ഇതിനെക്കുറിച്ചുള്ള റെവലേഷൻ, വെളിപാട് നിന്റെ ആത്മാവിൽ പ്രകാശിക്കും. എപ്പോഴാണെന്നറിയോ? ഈ ജ്ഞാന വെളിച്ചം നിന്നിൽ പ്രകടമാകുമ്പോൾ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ നിന്നിൽ ആക്റ്റീവ് ആകുന്നു. സ്പിരിറ്റ് ഓഫ് വിസ്ഡം നിന്നിൽ ആക്റ്റീവ് ആകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എഫെസസ് 1:17 അവിടെ ലിറ്ററലി, ആക്ഷരികമായി നമ്മുടെ ജീവിതത്തിൽ കൃപയായി മാറുകയാണ്. എന്നെ അവർക്ക് വെളിപ്പെടുത്തും. എങ്ങനെ? പരിശുദ്ധ ജ്ഞാനത്തിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ കർത്താവ് തരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനുസരിക്കുക, ആ സ്നേഹത്തിൽ വളരുക. പാട്ടുകാരൻ പാടിയതുപോലെ, അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചുടുമതി, കർത്താവിന്റെ ചങ്കിന്റെ ചൂട് യേശുവിൻ്റെ കൂടെ മതി. ആ സ്നേഹത്തിന്റെ ചൂട് അനുഭവിച്ച്, ഈ ലോകത്തിന്റെ ചൂടുകളല്ല, പല തണുപ്പുകളും, നമുക്ക് പല ക്ഷീണവും വരുമ്പോൾ കർത്താവിന്റെ ചങ്കിന്റെ ചൂട് നീ ഈ പത്രോസിനെ പറ്റിയത്, അവൻ തീ കായാനിരുന്നു, അവന്റെ തണുപ്പ് മാറ്റി ചൂടുണ്ടാവാൻ തീ കായാനിരുന്നു. അവിടെ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഈ ലോകം പല ചൂടുകളും നമുക്ക് തരും. സെക്സിന്റെ, മദ്യത്തിന്റെ, സുഖത്തിന്റെ, മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ, ജഡീകതയുടെ, അംഗീകാരത്തിന്റെ, അധികാരത്തിന്റെ, പണത്തിന്റെ, സുഖലോലുപതയുടെ ചൂടുകൾ തരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ തള്ളിക്കളഞ്ഞ് കർത്താവിൻ്റെ ചങ്കിൻ്റെ ചൂട് അനുഭവിക്കുവാൻ നീ അവനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മാവാകണം. അന്ത്യം വരെ ചൂടുമതി യേശുവിന്റെ ഗ്ലോറി ജീസസ് കൂടെ മതി. കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ വളരുന്ന ആത്മാക്കളിലേക്ക് ഈ പരിശുദ്ധ ജ്ഞാനത്തിന്റെ പകർച്ചയുണ്ടാകുന്നു. ഏഴാമതായി, അവസാനം, ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ വചന ശുശ്രൂഷയോടെ ധ്യാനിക്കണം. ഏഴാമതായി, താഴ്മയുള്ളവർക്ക്
എളിമയുള്ളവർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര പ്രകാശിതമാകുന്നത് താഴ്മയുള്ളവർക്ക്. നമ്മുടെ അമ്മയിൽ ഇത്രമാത്രം ഈ ജ്ഞാനം നിറഞ്ഞതും ജ്ഞാനത്തിൽ ജീവിക്കാൻ പറ്റിയതും നമ്മുടെ അമ്മ മാതാവിൻ്റെ എളിമയാണ്, താഴ്മയാണ്. ചുലുക്കാട് സുവിശേഷം 1-ാം അധ്യായം 48-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കണ്ട്, താഴ്മയെ പറഞ്ഞേ, താഴ്മയെ, താഴ്മയെ, അൽപ്പുടി സ്വരത്തിൽ പറഞ്ഞ താഴ്മയെ കടാക്ഷിച്ചു. അമ്മമാതാവിന്റെ എളിമ, എല്ലാ പുണ്യങ്ങളുടെയും മാതാവാണ് എളിമ. എളിമയുള്ള ആത്മാവിൽ സകല കൃപാവരങ്ങളും ഒഴുക്കപ്പെടും. ആത്മാവിന് എല്ലാ കൃപാവര സമൃദ്ധി ഉണ്ടാകും. എളിമയുള്ള, താഴ്മയുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 66:2 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയുണ്ടായിരിക്കണം. എളിമ താഴ്മയോടെ ജീവിക്കണം. കുടുംബമായി, വ്യക്തിപരമായി, കൂട്ടായ്മയായി നമ്മൾ താഴ്മയോടെ എളിമയിലേക്ക് വരണം. നമ്മൾ ആത്മാവിൽ എളിമയുള്ളവരെ ഞാൻ കടാക്ഷിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര പ്രകാരമുള്ള ആത്മാവിൽ പ്രകാശിതമാകുന്നു. ആത്മാവിൽ എളിമയുള്ളവരെ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 3:18 വചനം പറയുന്നു. പ്രഭാഷകൻ 3:18 ഉച്ചത്തിലെ വചനം ഏറ്റു പറഞ്ഞു. എന്താ പറയുന്നത്? പ്രഭാഷകൻ 3:18 പെട്ടെന്ന് വായിച്ച വചനം. അവിടെ വചനം പറയാൻ, കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നത് എളിമയോ, നീ എത്രമാത്രം ഉന്നതനാണോ നീ എത്രമാത്രം വിനീതനാവുക. താഴ്മയുള്ളവർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. എളിമയുള്ളവർക്ക് കർത്താവ് തന്റെ കൃപ കൊടുക്കുന്നു. ആർക്കാണ് കൃപ കൊടുക്കുന്നത്? താഴ്മയുള്ളവർക്ക്. തന്റെ ശ്രേഷ്ഠമായ ഈ കൃപാദാനം, പരിശുദ്ധ ജ്ഞാനം കർത്താവ് ആർക്കാണ് നൽകുന്നത്? താഴ്മയുള്ള ആത്മാക്കൾക്ക്, എളിമയുള്ള ആത്മാക്കൾക്ക്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യതയും ഇതിൻ്റെ സവിശേഷതയും ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയും ഈ പരിശുദ്ധ ജ്ഞാനം ലഭിക്കാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈ 3 ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയായിരുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും വിശ്വാസത്യാഗങ്ങളും ഉഗ്രമായ മതപീഡനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധക്കെടുതികളും ക്ലേശപൂർണമായ സമയങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ജ്ഞാനം നിന്നെ സഹായിക്കും. ഈ ജ്ഞാനം നിനക്ക് വഴി തെളിച്ചു തരും. വീണുപോകാതെ, വ്യതിചലിച്ചു പോകാതെ ഈ പരിശുദ്ധ ജ്ഞാനം നിന്നെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും, നിന്റെ തലമുറകളെ സംരക്ഷിക്കും, നമ്മുടെ സഭയെ ഈ ജ്ഞാനം സംരക്ഷിക്കും. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിനും സഭയ്ക്കും രക്ഷയാണ്. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം.